അമരത്തുണ്ടാകുമോ അഖിലേഷ് യാദവ് എന്നാണ് സൂപ്പർ ബ്രെയിൻ്റെ ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ CL മനോജ്, ഇന്നത്തെ നിയമസഭാ കക്ഷി യോഗത്തിൽ മുലായം സിംഗ് അമർ സിംഗിനെയും ശിവപാൽ യാദവിനെയും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് എന്ത് പരിഹാരം ആണ് മുലായം മുന്നിൽ കാണുന്നത്? എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയും? വേണു, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ മീറ്റിങ്ങിലൂടെ മുലായം സിംഗ് കൊടുത്ത ഒരു മെസ്സേജ് പാർട്ടിയുടെ നേതാക്കന്മാർക്കും മറ്റുള്ളവർക്കും, എന്നാൽ ഏറ്റവും കൂടുതൽ സ്വന്തം മകനും മുഖ്യമന്ത്രിയുമായിട്ടുള്ള അഖിലേഷ് യാദവിന് കൊടുത്ത ഒരു സിഗ്നൽ, മുലായം സിംഗിൻ്റെ പാർട്ടി പടുത്തുയർത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള ആളുകൾ ആണ് അദ്ദേഹത്തിൻ്റെ അനുജൻ. അതിനുശേഷം വളരെ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളിലെല്ലാം വന്നപ്പോൾ കൂടെ നിന്നിട്ടുള്ള ആളാണ് അമർ സിംഗ്. ഇതെല്ലാം പടുത്തുയർത്തിയ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ അതിൻ്റെ മുഴുവൻ ഗുണവും അനുഭവിക്കാനായിട്ട് മകൻ എന്നുള്ളൊരൊറ്റ കാര്യം കൊണ്ട് മുലായം സിംഗിന് അഖിലേഷ് യാദവിന് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം മുലായം സിംഗ് യാദവ് സമാജ്വാദി പാർട്ടിയെ തീരെഴുതി അഖിലേഷിന് കൊടുത്തിട്ടില്ല. അഖിലേഷ് വിചാരിക്കുന്ന ആളുകളെ പുറത്താക്കാനും അഖിലേഷ് യാദവ് വിചാരിക്കുന്ന ആളുകളെ ഉയർത്താനുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അതിപ്പോഴും മുലായം സിംഗ് കൺട്രോൾ ചെയ്യുന്ന, ശിവപാൽ യാദവ് കൺട്രോൾ ചെയ്യുന്ന അവരുടെ രാഷ്ട്രീയം, വർഷങ്ങളോളമുള്ള രാഷ്ട്രീയം, അതിൻ്റെ ക്രിറ്റിക്സ് പറയാവുന്ന രീതിയിൽ വളരെ ജാതി മാനിപ്പുലേഷൻസ്, ക്രിമിനലൈസേഷൻ, അതെല്ലാമുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ എല്ലാം ഫലമായി അവർ പടുത്ത് ഉണ്ടാക്കിയ രാഷ്ട്രീയ അധികാരം യാതൊരു പരിചയവുമില്ലാതെ, രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാതെ മുലായത്തിൻ്റെ മകൻ എന്നുള്ളൊരൊറ്റ കാര്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് മുലായം കൊടുത്ത ഒരു സിഗ്നൽ, അതും മനസ്സിലാക്കി അഖിലേഷ് നിൽക്കണം. അതില്ലെങ്കിൽ പുറത്തു പോയി ഒറ്റക്ക് UPA പോലെയുള്ള സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനോ രാഷ്ട്രീയത്തെ നേരിടാനോ ഉള്ള ചുണയുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകണം എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ്. അതുകൊണ്ട് മുലായം അദ്ദേഹത്തിൻ്റെ വ്യക്തമായ സന്ദേശം കൊടുത്തു കഴിഞ്ഞു. ഇനി അഖിലേഷ് മകനാണ് തീരുമാനിക്കേണ്ടത്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മുലായം സിംഗ് ഒരു സമാജ്വാദി, ഒരു സോഷ്യലിസ്റ്റായി, ലോഹിയൈറ്റായി, കുടുംബ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച ലോഹിയൈറ്റ്സിൻ്റെ ഒരാളായിട്ട് വന്ന മുലായം സിംഗ് ഇന്ന് സമാജ്വാദിയിൽ നിന്ന് സ്വന്തം പരിവാർവാദത്തിലേക്ക് പോകുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും ഒരു തകർച്ചയുണ്ട്. ആ ഒരു തകർച്ചയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറിയും അഖിലേഷ് യാദവാണ് എന്നുള്ളതും വളരെ വ്യക്തമാണ്. ഡോക്ടർ വർഗീസ് ജോർജ്, ഇവിടെ ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുലായം സിംഗ് എന്നാണ് ശ്രീ CL മനോജ് വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ കീഴടങ്ങുക എന്നൊരൊറ്റ പോംവഴി മാത്രമാണോ അഖിലേഷ് യാദവിന് മുന്നിലുള്ളത്? സമാനമായ ഒരുപാട് വെല്ലുവിളികൾ അഖിലേഷ് യാദവ് പല സന്ദർഭങ്ങളിലായി ഉയർത്തിയിട്ടുള്ളതാണ്. പലപ്പോഴും കീഴടങ്ങേണ്ടി വന്നിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും അത്തരമൊരു കീഴടങ്ങലിലേക്ക് തന്നെ നിരുപാധികം അഖിലേഷ് യാദവ് പോകും എന്ന് കരുതാമോ? വേണു, മനോജിൻ്റെ വിശകലനത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് എൻ്റെ വിശകലനം. കഴിഞ്ഞ കുറേ കാലമായി സമാജ്വാദി പാർട്ടിയുടെ ക്ലാസ് ക്യാരക്ടറിൽ, വർഗ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. UPയിലെ സാമ്പത്തികമായി സാധാരണക്കാരായ, ജാതീയമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളുടെ ഒരു പ്രസ്ഥാനമായിരുന്ന സമാജ്വാദി പാർട്ടി കഴിഞ്ഞ കുറേ കാലമായി, പ്രത്യേകിച്ച് അമർ സിംഗ് ഈ പാർട്ടി വന്നതിന് ശേഷം, ബോംബെയിലെ താരപ്പൊലിപ്പുള്ള സല്ലാപപ്രിയരായ കോർപ്പറേറ്റ് അധിപന്മാരുടെ ഒരു പാർട്ടിയിലേക്ക് മെല്ലെ ഇത് നീങ്ങി. ഞാൻ ആ കാലഘട്ടത്തിൽ തന്നെ മെയിൻ സ്ട്രീം വാരികയിൽ ഞാൻ ഇതിനെക്കുറിച്ച് എഴുതിയിരുന്നു. അങ്ങനെ സാധാരണക്കാരുടെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് താരപ്പൊലിമയുള്ള കോർപ്പറേറ്റ് ബോളിവുഡ് അധിപന്മാരുടെ പാർട്ടിയിലേക്ക് മാറിയതിനെതിരെ ഈ സമാജ്വാദി പാർട്ടി ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി 2010 മുലായം സിംഗ് അമർ സിംഗ് യാദവിനെ സമാജ്വാദി പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു. 2015 ലോഹ്യയുടെ ജന്മശതാബ്ദിയായിരുന്നു. ആ കാലഘട്ടത്തിൽ തെറ്റ് മനസ്സിലാക്കിയ ലോഹ്യ ഗ്രാമങ്ങൾ മുഴുവൻ സഞ്ചരിച്ച സമാജ്വാദി പാർട്ടിയുടെ പഴയ പ്രാഭവം അവർ തിരിച്ചെടുക്കുകയുണ്ടായി. ഒരിക്കൽ സുരേന്ദ്രമോഹൻ തന്നെ എഴുതിയുണ്ടായി,
യു പിയിലെ സോഷ്യലിസ്റ്റുകൾ ലോഹയിൽ നിന്ന് 1000 സൂര്യൻ അകലെയാണെന്ന് എഴുതുകയുണ്ടായി. അങ്ങനെ ഉണ്ടായ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അമർ സിംഗ് പ്രതിദാനം ചെയ്യുന്ന ശക്തികളോടാണ് ഇപ്പോൾ അഖിലേഷ് യാദവ് ഏറ്റുമുട്ടുന്നത്. അല്ലാതെ അഖിലേഷ് യാദവും മുലായം സിംഗ് യാദവും തമ്മിലുള്ള ഏറ്റുമുട്ടുന്നില്ല. ഇവിടെ അമർ സിംഗിന് ബിസിനസ് താല്പര്യങ്ങളുണ്ട്. എന്തിനു പറയുന്നു, നമ്മുടെ ഈ റാന്നിയിൽ പോലും അവർക്ക് അഖിലേഷ് യാദവിന് അവർക്ക് അമർ സിംഗ് വിഭാഗത്തിന് അവർക്ക് മണിയാർ ഡാമിൽ അവർക്ക് ഇവിടെ ബിസിനസ്സുണ്ട്. ഇന്ത്യ മുഴുവൻ അവർക്ക് ബിസിനസ് താല്പര്യങ്ങളുണ്ട്. എന്നാൽ അഖിലേഷ് യാദവ് ഈ ബിസിനസ് താല്പര്യങ്ങളെ പ്രതിദാനം ചെയ്യുന്ന അമർ സിംഗിനോട് ഒട്ടും പൊരുത്തപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് അഖിലേഷ് യാദവ് പറഞ്ഞത് ഈ അമർ സിംഗ് രണ്ടാമത് ഈ പാർട്ടിയിൽ വന്നതിന് ശേഷമാണ് ഈ പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചെന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, സമാജ്വാദി പാർട്ടിയിൽ കഴിഞ്ഞ കുറേ കാലമായി ക്രിമിനൽ എലിമെൻറ്റ്സ് വളരെ കൂടിയിട്ടുണ്ട്. സമാജ്വാദി പാർട്ടിയുടെ ഒരു MLA തന്നെ BSPയുടെ ഒരു ദളിത് MLA കൊല്ലുകയുണ്ടായി. അങ്ങനെയുള്ള ക്രിമിനൽ എലിമെൻസിനെ തടയുന്നതിന് അഖിലേഷ് യാദവ് വളരെ ശക്തമായിട്ട് പെരുമാറുകയുണ്ടായി. മൂന്നാമതായിട്ട് അഖിലേഷ് യാദവ് അദ്ദേഹം നടത്തുന്ന വൻ പ്രോജക്റ്റുകൾ, വികസനത്തിൻ്റെ പ്രോജക്റ്റുകളൊന്നും കുടുംബവുമായിട്ട് പങ്കുവെക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരന്മാർ, അമ്മാവന്മാർ, അവർക്കെല്ലാം ഇതിൽ താല്പര്യമുണ്ട്. പക്ഷേ അതൊന്നും വകവെക്കാതെ വികസനത്തിൻ്റെ ഒരു പ്രതീകമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ശരിക്കും ഇപ്പോൾ മുലായം സിംഗ് യാദവും അഖിലേഷ് യാദവും തമ്മിലല്ല പ്രശ്നം. മുലായം സിംഗും അഖിലേഷ് യാദവും ബിസിനസ് താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന, സമാജ്വാദി പാർട്ടിയിലെ പഴയ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബിസിനസ് ഗ്രൂപ്പുകളുമായിട്ടാണ് പ്രശ്നം. ഇതിൽ മുലായം സിംഗ് യാദവ് നിസ്സഹായനായിട്ട് നിൽക്കുകയാണ്. ക്രിയേറ്റീവായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് മുലായം സിംഗ് യാദവും അഖിലേഷ് യാദവുമായി ഒരുമിച്ച് പോകുന്ന കോംപ്രമൈസിലേക്കാണ് വരുന്നത്. അഡ്വക്കേറ്റ് PH ശ്രീധരൻപിള്ള, ഈ UP രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ഈ കുടുംബകലഹം ഏത് തരത്തിലാണ് അടുത്ത തെരഞ്ഞെടുപ്പിലെ സാഹചര്യങ്ങളെ നിർണ്ണയിക്കുക എന്നാണ് BJP കണക്കുകൂട്ടുന്നത്? ശ്രീ ശ്രീധരൻപിള്ള, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കുന്നില്ല ഒന്നുണ്ട്. രണ്ട് ചർച്ച രണ്ടാൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ സാർ? ചോദിക്കുന്നത് ഇപ്പം കേൾക്കാം. രണ്ടാളിൻ്റെ ചർച്ച ഞാൻ കേട്ടിട്ടില്ല. ആ ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു, ക്ഷമിക്കുക. ശ്രീ ശ്രീധരൻപിള്ള, ഇപ്പോഴത്തെ ഈ കുടുംബകലഹം തെരഞ്ഞെടുപ്പിലേക്കുള്ള നാളുകൾ മാത്രം നിൽക്കുന്ന UPയിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്? തിരികെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ശ്രീ M. ലിജു, ഇന്നിപ്പോൾ വീണ്ടും ഈ സമവായത്തിനുള്ള മുലായം സിംഗിൻ്റെ ശ്രമങ്ങൾ നടക്കുകയാണ് തകൃതിയായി. ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലും കണ്ടതാണ് സമവായം. അതിലെ ഒരു അധ്യായം കൂടി അങ്ങനെ ഇത് അവസാനിച്ചുകൊണ്ട് തൽക്കാലം എന്തായാലും തെരഞ്ഞെടുപ്പ് വരെ കൂടുതൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള യോജിപ്പ്, വലിയ പരിക്കുകളില്ലാതെ പരമാവധി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കൽ, ഇങ്ങനെ കരുതാൻ കഴിയുമോ ഇന്നത്തെ നീക്കത്തെ? അതോ ഈ ഭിന്നത ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന സന്ദർഭമാണിത്, വരും ദിവസങ്ങളിലും ഇതിൻ്റെ സങ്കീർണതകൾ വർദ്ധിക്കാനേ ഇടയുള്ളൂ, ഒരുപക്ഷെ പിളർപ്പുകൾ, മറ്റ് സഖ്യങ്ങൾ, അതിലേക്കൊക്കെ നയിക്കാൻ കഴിയുന്ന ഒരു നിർണായക ഘട്ടമായി നിങ്ങളിതിനെ കാണുന്നുണ്ടോ? ഹലോ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന് കേൾക്കാമോ? ഹലോ, ഞാൻ കേട്ടു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോഴത്തെ UP രാഷ്ട്രീയത്തിൽ ഈ സമാജ്വാദി പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, 3-4 മാസങ്ങൾക്ക് അപ്പുറമാണ് UP തെരഞ്ഞെടുപ്പ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സംസ്ഥാനം, രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള സംസ്ഥാനമാണ് UP. അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എല്ലാ പാർട്ടികൾക്കും, മുലായം സിംഗിൻ്റെ സമാജ്വാദി പാർട്ടിക്ക് മാത്രമല്ല BJPക്കും കോൺഗ്രസിനും എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ്. അവിടെ ഇപ്പോൾ ഈ യാദവ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ കലാപവും കലഹവും അത് അവരുടെ ഒരു നിയോഗമാണ്, ചരിത്രപരമായ ദൗത്യമാണ് ഈ തമ്മിൽ തല്ലുക എന്നുള്ളത്. പക്ഷെ അത് രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉളവാക്കും. BJPയെ അകറ്റി നിർത്തുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമുള്ള പാർട്ടികളെ സംബന്ധിച്ച് UPയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ വലിയ തോതിൽ നിരാശയ്ക്ക് കാരണമാകും. ഇപ്പോൾ അച്ഛനും മകനും തമ്മിൽ ഒരു പാച്ചപ്പ് ഉണ്ടായേക്കാം എന്നൊക്കെയുള്ള പ്രതീക്ഷ ഇവിടെ കേട്ടെങ്കിലും
അതിനേക്കാൾ സാധ്യത കൂടുതൽ ഒരുപക്ഷെ ആ പാർട്ടിയിലൊരു ഭിന്നിപ്പ്, പിളർപ്പ് ഉണ്ടാവുകയും ആ പിളരുന്ന കക്ഷി മറ്റെവിടെയെങ്കിലും ഒരുപക്ഷെ കോൺഗ്രസുമായി ആയിരിക്കാം ഒരു സഖ്യത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ നീങ്ങിക്കൂടാ എന്നില്ല. ഏതായാലും UP എന്നത് ഇപ്പോൾ ആർക്കെങ്കിലും സന്തോഷം നൽകുമെങ്കിൽ അത് BJPക്ക് മാത്രമായിരിക്കും. BJPയെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ മുലായം സിംഗ് യാദവിൻ്റെയും അഖിലേഷ് യാദവിൻ്റെയും പാർട്ടിയിൽ ഈ അവസ്ഥ ഉണ്ടായത് ഇതര മതനിരപേക്ഷ ജനാധിപത്യവാദികളെ നിരാശപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. CL മനോജ്, ഇവിടെ ഡോക്ടർ വർഗീസ് ജോർജ് ചൂണ്ടിക്കാട്ടുകയായിരുന്നു, അഖിലേഷ് യാദവ് ഈ പറയുന്നത് പോലെ മുലായം സിംഗുമായി തർക്കത്തിലല്ല, അമർ സിംഗുമായാണ് തർക്കമുള്ളത്. അതൊരു ജനറേഷൻ ചേഞ്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ക്രിമിനലുകൾക്കെതിരാണ് ഈ അഖിലേഷിൻ്റെ നടപടികൾ. അതുകൊണ്ട് ദുർബലനല്ല അഖിലേഷ്. പിന്നെ നമുക്ക് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ നല്ല ജനസ്വീകാര്യതയും അദ്ദേഹത്തിനുണ്ട്. ഭരണരംഗത്തെ അദ്ദേഹത്തിൻ്റെ മികവിനെ യുവാക്കളും സ്ത്രീകളും അങ്ങേയറ്റം അംഗീകരിക്കുന്നതായ റിപ്പോർട്ടുകളുമുണ്ട്. അതുകൊണ്ട് ഈ പ്രതിസന്ധി കീഴടങ്ങിക്കൊണ്ട് പരിഹരിക്കുക എന്ന മാർഗം മാത്രമാണോ അഖിലേഷ് യാദവിൻ്റെ മുന്നിലുള്ളത്? ശ്രീ CL മനോജ്, ചോദ്യം താങ്കളോടാണ്. അല്ല, അഖിലേഷ് യാദവിനോട് ഭരണത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് നല്ല ഒരു ഇമേജ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ജനകീയ സപ്പോർട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം ഉണ്ടെങ്കിലും ഇതേ അഖിലേഷ് യാദവിന് മുഴുവൻ ഉത്തരവാദിത്തത്തിലും അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമാജ്വാദി പാർട്ടി നേരിട്ടത്. അന്ന് അവർ മുന്നോട്ട് വെച്ച മുഖം അഖിലേഷ് യാദവിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ താങ്കൾ പറഞ്ഞ ഇമേജും പ്രവർത്തന ശേഷിയുമെല്ലാമാണ് അന്ന് വെച്ചത്. സമാജ്വാദി പാർട്ടി പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വമ്പിച്ച പരാജയം 2014 ഉണ്ടായത്. ഇത് മുലായം സിംഗ് തന്നെ പറഞ്ഞാണ്, താങ്കളുടെ നേതൃത്വത്തിലാണ് നടത്തിയ ക്യാമ്പയിനാണ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും പാർട്ടി തന്നെ കണ്ടു എന്ന് മുലായം സിംഗ് യാദവ് പറഞ്ഞു. പക്ഷേ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം, UPയിലെ തിരഞ്ഞെടുപ്പുകൾ വളരെ വലിയ അർത്ഥത്തിൽ അതിന് ജാതി രാഷ്ട്രീയത്തിൻ്റെ ഒരു ക്രമീകരണം അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, യാദവ് മുസ്ലിം കോമ്പിനേഷന് കൂടെ നിർത്താനായിട്ടുള്ള ഒരു പ്രാധാന്യം മുലായം സിംഗിൻ്റെ പാർട്ടിക്ക് എന്നും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ സ്ഥിരമായിട്ട് ആ പാർട്ടിയുടെ അകത്ത് മാത്രമല്ല, ആ പാർട്ടിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാമിലിയുടെ അകത്ത് പോലും നടക്കുന്ന ഈ ഒരു വലിയ ഒരു യുദ്ധം, അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാർക്കെല്ലാം ഒരു അഭിപ്രായങ്ങളുണ്ടാവുമല്ലോ. BJP പ്രത്യേകിച്ചും UP തിരിച്ച് പിടിക്കാനായിട്ട് നടത്തുന്ന ഒരു വലിയ ഡിറ്റർമെൻ്റ് ആയിട്ടുള്ള ഈ ക്യാമ്പയിനിൽ ഇവർ ഫാമിലി വാറുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ BJP